റമളാൻ ദിവസത്തിലെ രണ്ടാമത്തെ നോമ്പായിരുന്നു ഇന്ന്. ഇന്നലത്തെ പോലെ തന്നെ ഇന്ന് നമുക്ക് ചോറ്, ബീട്രൂട്ട് തോരൻ, തൈര്, മുളക് ചമ്മന്തിയൊക്കെ തന്നെയായിരുന്നു. ഉറക്കത്തിൽ നിന്നും എണ്ണീറ്റ് വന്ന് ഫ്രഷ് ആയെങ്കിൽ പോലും നമ്മുടെ ഒരു ഉറക്കത്തിൻ്റെ കെട്ടൊന്നും വിട്ടിട്ടില്ല. ഉറക്കം തൂങ്ങി തന്നെയാണ് ഞാൻ ചോറിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നത്. പിന്നെ എങ്ങനെയൊക്കെയോ ചോറും തൈരും ബീട്രൂട്ട് തോരനും മുളക് ചമ്മന്തിയൊക്കെ കൂട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി ഇന്നലത്തെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഞാൻ വെളുപ്പിനെ എണ്ണീറ്റിട്ട് ഇടയത്താഴം ചോറ് കഴിക്കുന്നത് എന്തുകൊണ്ടാണെന്ന്. ഇപ്പം എന്നെ പോലുള്ളവരും കാണും, അല്ലാത്തവരും കാണും. ഇപ്പം നോർമലി ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയാണല്ലോ. സോ അതുകൊണ്ടാണ് എനിക്ക് എന്ന് വെച്ചാൽ ഞാൻ ഒരു ദിവസം ഫുള്ളൊന്ന് ബാലൻസായി ബൂസ്റ്റ് ചെയ്ത് നിൽക്കണമെങ്കിൽ ചോറ് കഴിച്ചാൽ തന്നെ പറ്റത്തുള്ളൂ. ഞാൻ അതുകൊണ്ടാണ് ചോറ് തന്നെ കഴിക്കുന്നത്. ചോറും ഒരു ഗ്ലാസ് ചായ എനിക്ക് മാൻഡേറ്ററി ഒന്നുമല്ല. ചായ ഉണ്ടെങ്കിൽ ഓക്കെ ഫൈൻ, അതല്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. നല്ല രീതിക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ടാണ് ഞാൻ ആ ഒരു ദിവസം നിൽക്കുന്നത്. ആ ഒരു ദിവസം വെച്ചാൽ ഇടയത്താഴം കഴിക്കുന്ന ആ ഒരു ടൈമിൽ തൊട്ട് വൈകുന്നേരം നോമ്പ് തുറക്കുന്ന ആ ഒരു ടൈം വരെ നിൽക്കുന്നത്. സോ അങ്ങനെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പകുതി ഉറക്കത്തിൽ തന്നെയാണ്. പിന്നെ ഇനി ഞാൻ അത് കഴിഞ്ഞ് നമ്മൾ നമസ്കാരവും ഫ്രഷൊക്കെ ആയി നമസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരു ബാക്ക് ടു നോർമലിലേക്ക് വരുന്നത്. ദെൻ ചോറ് കഴിച്ചതിന് ശേഷം ചായ കുടിച്ചിട്ടുണ്ട്. ചായ എനിക്ക് ആ ഒരു ഗ്ലാസ്സിന് കിട്ടിയ അത്രയും സുഖം. ആ ഒരു കപ്പ് ചായയാണ് ഞാൻ കുടിക്കാറ് പൊതുവെ കിട്ടുവാണെങ്കിൽ. പിന്നെ അതിനുശേഷം അവിടെ കുറച്ച് പച്ചമുന്തിരിങ്ങ ഇരിപ്പുണ്ടായിരുന്നു. സോ എനിക്ക് മറ്റേ മുന്തിരിങ്ങയെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം ഈ പച്ചമുന്തിരിങ്ങ ആയതുകൊണ്ട് തന്നെ അത് ഇവിടെ സ്റ്റോക്കാണ്. സോ ഞാൻ അതും കുറച്ച് 1-2 കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ ചോറ്, ചായ, മുന്തിരിങ്ങ ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോയെന്ന്. ആക്ച്വലി ഇത് തമ്മിൽ ഒരു ബന്ധവും ഇല്ല. എന്നാൽ പോലും ഞാൻ അവിടെ കണ്ടതുകൊണ്ടങ്ങ് കഴിച്ചതാണ്. കഴിച്ച് കുറച്ച് വെള്ളവും കാര്യങ്ങളെല്ലാം കുടിച്ചപ്പോൾ തന്നെ പിന്നെ ഫുഡും കാര്യങ്ങളൊന്നും കഴിക്കാൻ പറ്റത്തില്ല. വാങ്കം കാര്യങ്ങളെല്ലാം വിളിച്ചു, നമസ്കരിച്ചതിന് ശേഷം എനിക്ക് ഉച്ചയ്ക്കായിരുന്നു ഡ്യൂട്ടി. പിന്നെ എന്തോ ഒരു വെയിലാണെന്ന് എനിക്കറിയത്തില്ല അതെങ്ങനെ പറയണമെന്ന്. എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ വെയിൽ കൊല്ലം ജില്ലയിലാണെന്നാണ് തോന്നുന്നത്. ഒട്ടുക്കത്ത വെയിൽ. ആ വെയിലെല്ലാം കൊണ്ട് പോയി തളർന്ന് ഒരു പരുവായിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം വൈകുന്നേരം ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് നോമ്പ് തുറന്നിട്ടുണ്ടായിരുന്നത്. ക്യാൻറ്റീനിൽ ഇഫ്താർ കിറ്റ് ഉണ്ടായിരുന്നു. അതിൽ നമുക്ക് ഫ്രൂട്ട്സ് വരുന്നുണ്ടായിരുന്നു, ഡേറ്റ്സ് വരുന്നുണ്ടായിരുന്നു, പിന്നെ കുറച്ച് പൊരിപ്പ് സാധനങ്ങൾ, ഈ പറയുന്ന പോലെ പക്കോട, അതേപോലെ സമോസ, ചായ, അത് മറ്റേത് കഞ്ഞിയല്ല പായസമാണ്. പായസം, ലൈം ജ്യൂസ്. ഞാൻ ആദ്യം തന്നെ നോമ്പ് ലൈം ജ്യൂസ് കുടിച്ചിട്ടാണ് നോമ്പ് മുറിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം ഞാൻ ഫ്രൂട്ട്സ്, ചെറിയ കട്ട് പീസ് ഫ്രൂട്ട്സും കാര്യങ്ങളും കഴിച്ചു. പിന്നെ സമോസ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സമോസ ഫാനല്ല ആക്ച്വലി, പക്ഷേ എനിക്ക് എന്തോ ആ ഒരു സമോസ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സമോസയും കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് സത്യം പറഞ്ഞാൽ ഹോസ്പിറ്റൽ ക്യാൻറ്റീനിൽ ഈ ഒരു ഇഫ്താർ കിറ്റ് വെച്ചിട്ടുള്ളത് എന്തുകൊണ്ടും മറ്റുള്ളവർക്കും കുറച്ചും കൂടി യൂസാണ്. കാരണം ബൈസ്റ്റാൻഡേഴ്സും കാര്യങ്ങളൊക്കെ നോമ്പ് പിടിക്കുന്നവരൊക്കെ ഒരുപാട് പേരുണ്ട്. പിന്നെ വരുന്ന പേഷ്യൻസിലും മിക്ക ആളുകളും പേഷ്യൻസിൻ്റെ കൂടെ വരുന്ന ആളുകൾക്കൊക്കെ എന്തുകൊണ്ട്